ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു വളരെ വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു തൂക്ക് നിയമസഭയാണ് നിലവിലുള്ളത്. മൊത്തം 234 സീറ്റുകളിൽ 118 സീറ്റ് ലഭിക്കുന്ന കക്ഷിക്കാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുക. ഇപ്പോൾ വിജയ് നയിക്കുന്ന പാർട്ടിക്ക് TVK എന്ന പാർട്ടിക്ക് 107 സീറ്റുകളും സ്റ്റാലിൻ്റെ DMKയ്ക്ക് 59 സീറ്റുകളും അതുപോലെ തന്നെ AIDMKയ്ക്ക് 47 സീറ്റുകളും ബാക്കിയുള്ള സീറ്റുകൾ ചെറുകക്ഷികൾക്കുമാണ്. കോൺഗ്രസ്സിന് 5 സീറ്റാണുള്ളത്. പിന്നെ പാട്ടാളി മക്കൾ കക്ഷി അതുപോലെ തന്നെ CPI, CPM എന്നീ കക്ഷികൾക്കെല്ലാം തന്നെ 2 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ ഭിന്ന മുന്നണികളിൽ നിന്ന് മത്സരിച്ചതാണ്. DMK സഖ്യത്തിലാണ് കോൺഗ്രസ്, CPI, CPM, ലീഗ് തുടങ്ങിയ കക്ഷികൾ മത്സരിച്ചത്. അതുപോലെ തന്നെ TVKയ്ക്ക് ഘടകകക്ഷികൾ ചെറിയ 1-2 ഘടകകക്ഷികളെ ഉണ്ടായിരുന്നുള്ളൂ. അണ്ണാ DMKയും അതുപോലെ തന്നെ BJPയും ഒരുമിച്ചാണ് മത്സരിച്ചത്. BJPക്ക് 5 സീറ്റാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ വിജയനുള്ളത് ഇപ്പോൾ 108 സീറ്റാണ്. DMKയും AIDMKയും തമ്മിലൊരു സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം കൂടി കിട്ടാകുമ്പോൾ 108 സീറ്റാണ്. അപ്പോഴും ഈ 118 എന്ന സംഖ്യ മുകളിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അസംബ്ലി മെമ്പർമാരെ ലഭിച്ചിരിക്കുന്ന കക്ഷി എന്ന നിലയിൽ 108 സീറ്റുകളുമായിട്ട് വിജയ് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള നിയമസഭയിലെ കക്ഷി ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സമയം ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുവദിക്കുകയും അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ ഭൂരിപക്ഷം തെളിയിക്കാൻ അനുവദിക്കുകയാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. പക്ഷേ ഇതിൽ 118 പേരുടെ പിന്തുണ ഉറപ്പിച്ചാൽ മാത്രമേ മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കുകയുള്ളൂ എന്നാണ് ഗവർണർ പറയുന്നത്. അത് കൃത്യമായിട്ടും രാഷ്ട്രീയ കളിയാണിത്. ബംഗാളിലായാലും കേരളത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ഒക്കെ ഇത്തരത്തിൽ വളരെ വലിയ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഗവർണർമാർ നടത്തുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ അവസ്ഥയിൽ കോൺഗ്രസ് ഇപ്പോൾ വിജയുടെ TVK കക്ഷിക്ക് അത് മത്സരിച്ച് ജയിച്ചത് DMK മുന്നണിയിലാണെങ്കിലും വിജയുടെ TVKക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ തന്നെയും ഈ പറഞ്ഞ 118 ആവില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ചെറു കക്ഷികളെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വിജയന് 118 സീറ്റുകൾ തേക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം DMKയും AIDMKയും കൂടി ചേർന്നാൽ പോലും ഈ പറയുന്ന സീറ്റുകളിൽ എത്തിച്ചേരാൻ പറ്റില്ല. 106 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ ചെറും കക്ഷികളും അതുപോലെ തന്നെ TVKയുടെ വിജയം ചേർന്ന് ഉള്ള ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ് ഇനി തമിഴ്നാട്ടിൽ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ രാഷ്ട്രീയ നാടകത്തിൽ എങ്ങനെയാണ് DMK ഇത്രയധികം പിറകിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാരണങ്ങളൊന്നും കാണാനില്ല. തമിഴ്നാട്ടിൽ താരതമ്യേന ഒരു നല്ല ഭരണമാണ് സ്റ്റാലിൻ കാഴ്ചവെച്ചിരുന്നത്. ധാരാളം രംഗങ്ങൾ പുരോഗതി, പ്രത്യേകിച്ച് വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തൊക്കെ വലിയ പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ താരങ്ങളാണ് അവരുടെ ദൈവങ്ങൾ. അതിനാൽ തന്നെ MGR ഉള്ള കാലത്ത് അണ്ണാ DMK, MGRൻ്റെ ഭരണം വരെ അങ്ങനെ അണ്ണാ DMKയാണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം MGR എന്ന് പറയുന്ന ഈ നായകനും ഈ നായകൻ്റെ കരിഷ്മയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നത് വിജയ് എന്ന നായകൻ്റെ കരിഷ്മയാണ് ഇവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അതിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. കൂടെ ധാരാളം വലിയ വാഗ്ദാനങ്ങളുമുണ്ട്. അതിനോടൊപ്പം തന്നെ ധാരാളം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമുണ്ട്. വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും പാലും മുട്ടയും നൽകുക എന്നുള്ള അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങളാണ് വിജയ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വാഗ്ദാനങ്ങളുടെ തിളക്കവും ഈ നടൻ്റെ കരിഷ്മയാണ് ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം
ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള ധാരണകളിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നിലനിർത്തുന്നതിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാവസായിക വളർച്ചയിലോ കാർഷിക വളർച്ചയിലോ ഒക്കെ എന്തൊക്കെ സംഭാവനകൾ ഈ വിജയ് എന്ന് പറയുന്ന ഈ നടന് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റാലിൻ്റെ കഴിഞ്ഞ മന്ത്രിസഭ തികച്ചും കഴിവുറ്റ ആളുകളാൽ സമ്പന്നമായിരുന്നു. വലിയ കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷേ അതേസമയം ഇനി വരാൻ പോകുന്ന വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരിഷ്മയുടെ പേരിൽ മാത്രമാണ് ഈ വിജയം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനൊരു രാഷ്ട്രീയ അടിത്തറയുമില്ല. ഈ വിജയ് ഫാൻസ് അസോസിയേഷനാണ് ഈ TVK എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയെ മാറിയിരിക്കുന്നത്. ഇതിന് ഇത്രത്തോളം രാഷ്ട്രീയമായി നിലനിൽക്കാൻ പറ്റും. അതുപോലെ ഭരണത്തിൽ എങ്ങനെയാണ് വിജയ് പ്രവർത്തിക്കാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും വിജയുടെ കൂടെ മന്ത്രിമാരാവുന്നത്, എന്തൊക്കെയായിരിക്കും ഈ ഭരണകൂടം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ കണ്ടിരുന്ന് കാണാനേ പറ്റൂ. അല്ലാതെ കാത്തിരുന്ന് കാണുക എന്നല്ലാതെ നമുക്ക് വേറെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ആ കക്ഷിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വികസന നയങ്ങളോ ഒന്നും തന്നെയില്ല. ധാരാളം കൂടുതൽ സൗജന്യങ്ങൾ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുണ്ട്. അതെങ്ങനെ നിറവേറ്റുമെന്നുള്ളത് ആണ് ഇനി കാണാനിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയ അരക്ഷാവസ്ഥ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെയാണ് ബാധിക്കാൻ പോകുന്നത്. കോൺഗ്രസ് TVKക്ക് പിന്തുണ നൽകുന്നതോടുകൂടി, അതായത് DMK മുന്നണിയിൽ നിന്ന് മത്സരിച്ച് പിന്നീട് TVKക്ക് പിന്തുണ നൽകുന്നതിലൂടെ ഇന്ത്യ മുന്നണി അഖിലേന്ത്യാ തലത്തിൽ തന്നെ തകരാനുള്ള സാധ്യതയും വളരെ വലുതാണ്.